ഞാൻ ഒറ്റയ്ക്കാ ഫോട്ടോ എടുക്കുന്നത്. അമ്മയ്ക്കിപ്പോ എന്തിനാ ഫോട്ടോസ്? ഈ വീടിന്റെ താക്കോൽ എന്റെ കയ്യിൽ കിട്ടിയ ദിവസമല്ലേ, അതിന്റെ ഓർമ്മയ്ക്ക്. എടോ, താൻ ഒറ്റയ്ക്കാണോ ഇങ്ങോട്ട് വന്നത്? മേക്കപ്പ് ആർട്ടിസ്റ്റ്, ലൈറ്റ് ബോയ്സ് ഇവരൊന്നും വന്നില്ലേ? ഇതെന്താ സിനിമ ഷൂട്ടിംഗ് ആണോ? യൂണിറ്റിനെ മുഴുവൻ കൊണ്ടുവരാൻ വീട്ടിൽ ആര് വന്നാലും നിനക്കെന്താ? ആ മേഡം പറഞ്ഞ സത്യമല്ലേ? ഒരു ഫോട്ടോഷൂട്ടിന് എത്ര അധികം ആൾക്കാരൊക്കെ. നീ എന്തിനാ അവളെ സപ്പോർട്ട് ചെയ്യുന്നത്? ആദ്യം പറഞ്ഞ പണി ചെയ്യാൻ നോക്ക്. എന്റെ ഒരു ഫുൾ സൈസ് ഫോട്ടോ തന്നെ എടുക്കണം. എന്നിട്ടത് ഹാളിൽ വലുതായിട്ട് ഫ്രെയിം ചെയ്ത് വെക്കണം. പ്രധാനമായിട്ടും ഈ താക്കോല് കയ്യിൽ പിടിച്ച് നല്ലൊരു ഫോട്ടോ തന്നെ വേണം. ഫോട്ടോ മാത്രം ആക്കുന്നത് എന്തിനാ? ഈ വീടിന്റെ മുമ്പിൽ അമ്മയുടെ കട്ടൗട്ടോ അല്ലെങ്കിൽ ഒരു വിഗ്രഹം തന്നെ വെച്ച് പ്രതിഷ്ഠ നടത്തിയാലോ? കട്ടൗട്ട് ആണെങ്കിൽ കുറച്ചു നാൾ കഴിഞ്ഞാൽ മാറ്റേണ്ടി വരും. പക്ഷെ വിഗ്രഹം വെച്ചാ അത് പെർമനന്റ് ആയിരിക്കും അല്ലേ? എടോ, നിങ്ങക്ക് ഈ വിഗ്രഹമൊക്കെ ഉണ്ടാക്കുന്ന ആരെങ്കിലും അറിയോ? മാഡം, ഈ വിഗ്രഹം വെക്കലൊക്കെ ഉടായ്പ ടീമുകൾ ചെയ്യുന്ന പരിപാടിയാ. താൻ വെറുതെ എന്റെ ബ്ലഡ് പ്രഷർ കൂട്ടരുത്. ആദ്യം ഫോട്ടോ എടുക്കാൻ നോക്ക്. മാഡം, നന്നായിട്ടൊന്ന് ചിരിച്ചൊന്ന് പോസ് ചെയ്തേ. ഒന്ന് നന്നായി സ്മൈൽ ചെയ്യുന്നേ. നല്ല വൃത്തിയേടായിട്ടുണ്ട്. അതും കയ്യിൽ പിടിച്ചിങ്ങനെ നിന്ന് ആൾക്കാർ കളിയാക്കേ ഉള്ളൂ. ആ താക്കോൽ ഇങ്ങോട്ട് എടുക്ക്. പോസ് ചെയ്യേണ്ടത് എങ്ങനെയാന്ന് ഞാൻ കാണിച്ചു തരാം. സൂപ്പർ മാഡം. ഇങ്ങനെയൊക്കെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യണ്ടേ? മാഡത്തിന് ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കാനൊന്നും അറിയില്ല. താൻ എന്നെ ഫോട്ടോ എടുക്കാനാണോ വന്നേ, അതോ അവളെ പൊക്കി പറയാനാണോ വന്നേ? അതല്ല മാഡം, പോസ് ചെയ്തതിനെ കുറിച്ച്. തന്റെ ഫോട്ടോയും വേണ്ട, പോസും വേണ്ട. ഇറങ്ങി പോവാൻ നോക്ക്. നല്ല ഫോട്ടോ ആയിരുന്നു മാഡം. ഒരു വാക്ക് മിണ്ടിയ കൊന്നു കളയും ഞാൻ. ഇറങ്ങി പോടോ. പോയേ. നീ ഒരാള് കാരണം എന്റെ നല്ലൊരു ദിവസം തന്നെ നശിച്ചു. സമാധാനായിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ പോലും സമ്മതിക്കില്ല. കൊരകന്റെ കയ്യില് പൂമാല കിട്ടിയതുപോലെ ഉണ്ട്. വിവേകേ, പറവൂലേട്ടാ, ഈ ടെൻഡർ ഫയൽ കൊണ്ടുപോയി നിന്റെ മാഡത്തിന് കൊടുക്ക്. എല്ലാം ഓക്കെ ആണ്. ഏട്ടത്തി, ലെറ്റർ റെഡിയാക്കിയോ വിവേക്? റെഡിയാക്കിണ്ട് ഏട്ടത്തി. വലിയേട്ടൻ ഫയൽസ് എല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞു. എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞു. അതെനിക്കറിയാം. ആ ടെൻഡർ ഫയൽ അതാണെന്ന് തോന്നുന്നു. കൊട്ടേഷൻ പേപ്പറും അതിൽ തന്നെ ഉണ്ടാവും. ആരും കാണാതെ അത് എങ്ങനെയെങ്കിലും എടുത്തേ പറ്റൂ. എന്നിട്ട് സരയുനയക്കാം. എന്നാലേ മേഘനെ തോൽപ്പിക്കാൻ കഴിയും. ഇനി ഇമ്മീഡിയറ്റ് ആയിട്ട് ലെറ്റർ ടെൻഡർ ഓഫീസിലേക്ക് ഫാക്സ് ചെയ്യും. ശരി ഏട്ടത്തി. ഹലോ അമ്മേ.
ഫയലില് പേപ്പേഴ്സ് ഒന്നും ഇല്ലല്ലോ. ഡോക്യുമെന്റ്സ് ഒക്കെ എവിടെ പോയി? കൊട്ടേഷൻ എവിടെ? നീ ഇവിടെ എന്താ ചെയ്യുന്നത് മഞ്ജരി? ആ, 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 അത് പിന്നെ മേഘന, ഞാൻ എന്തു പറ്റി? വല്ലാത്തൊരു പതർച്ചയാണല്ലോ. ആ, ആ, അത് പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും വർക്ക് ഉണ്ടോന്ന് അറിയാൻ വേണ്ടിയാ വന്നത്. ഒരു പണിയും ചെയ്യാതെ വീട്ടിലിരിക്കുന്ന നിനക്ക് ഞാൻ എന്ത് പണി തരാനാ? ഹലോ, എന്നെ നീ അത്ര കുറച്ചൊന്നും കാണണ്ട. എന്റെ ക്വാളിഫിക്കേഷൻസിന് മുന്നിൽ നീ സീറോയാ. എന്നാലും ഇവിടെ ചെയർമാൻ ഞാനാണല്ലോ. ക്വാളിഫിക്കേഷൻ അല്ല, കാലിബറാണ് ഇമ്പോർട്ടന്റ്. എടതി ആ ലെറ്റർ സെൻഡ് ചെയ്തിട്ടുണ്ടേ. ഗുഡ്. 5 മിനിറ്റിനുള്ളിൽ നമുക്ക് പുറപ്പെടണം. മിഥുനേട്ടനോട് റെഡി ആയിട്ടിരിക്കാൻ പറയേ. ഈ ടെൻഡർ ഫയൽ നീ നിന്റെ കയ്യിൽ ഭദ്രമായിട്ട് സൂക്ഷിക്കണം. ഓക്കെ ഏട്ടത്തി, ഞാനും വലിയേട്ടനും താഴെ കാറിന്റെ അടുത്തുണ്ടാവും. ഏട്ടത്തി വന്നാ മതി. മഞ്ജരി എന്തിനായിരിക്കും ഇങ്ങോട്ട് വന്നത്? എന്തിനാ പെട്ടെന്ന് ഇറങ്ങിപ്പോയത്? ചക്കി, നീ ഫുഡ് കഴിക്കാതെ എന്താ ചിന്തിക്കുന്നേ? ഞാൻ അമ്മയെ കുറിച്ച് ആലോചിക്കായിരുന്നു ചിക്കു. ഇന്ന് രാവിലെ അമ്മയ്ക്ക് നിന്നെ റെഡിയാക്കാൻ സമയം കിട്ടിയില്ല. അത് നിനക്ക് ഫീലായോ? ആ അമ്മയുടെ കാര്യമല്ല ചിക്കു, ഞാൻ എന്റെ സ്വന്തം അമ്മയെ കുറിച്ച് ആലോചിച്ചത്. എന്റെ അമ്മയാണല്ലോ നിന്റെ അമ്മയും, നിന്റെ അച്ഛനാണല്ലോ എന്റെ അച്ഛനും. പക്ഷെ നിന്റെ അച്ഛനും അമ്മയും നിന്റെ ശരിക്കുള്ള അച്ഛനും അമ്മയും തന്നെയാണല്ലോ. പക്ഷെ എനിക്കങ്ങനെ അല്ല. അതെന്താ നീ അങ്ങനെ പറയുന്നത്? അച്ഛൻ എന്നെ എവിടെ നിന്നോ എടുത്തോണ്ട് വന്ന് വളർത്തിയതാ. പക്ഷെ എന്നെ അച്ഛന് ഒരുപാട് ഇഷ്ടമാ. അതുപോലെ മേഘന അമ്മയ്ക്കും എന്നെ ഒരുപാട് ഇഷ്ടമെന്ന് എനിക്ക് അറിയാൻ ചിക്കു. അവര് രണ്ടുപേരും എനിക്കും ഒരുപാട് ഇഷ്ടമാ. പിന്നെ എന്താ പ്രശ്നം? പക്ഷെ എനിക്ക് എന്റെ ശരിക്കുള്ള അച്ഛനും അമ്മ ഏതാണെന്നും അവരെ കാണണമെന്നും ആഗ്രഹമുണ്ട്. പക്ഷെ അവരെ എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് മാത്രം എനിക്കറിയില്ല. അതിനെന്തിനാ ടെൻഷൻ അടിക്കുന്നേ? നമ്മുടെ കൂടെ ആഞ്ജനേയ സ്വാമി ഇല്ലേ, സ്വാമിയോട് ചോദിക്കാം. അത് ശരിയല്ലേ? എന്നാ നമുക്ക് പെട്ടെന്ന് സ്വാമിയെ വിളിച്ചാലോ? ശ്രീരാമജയം. എന്നെ എന്തിനാണ് വിളിച്ചത് കുട്ടികളെ? വിളിക്കുന്നതിന് മുമ്പ് എന്തിനാ വന്നത്? എന്നെ വിളിക്കുന്ന കാര്യമല്ലേ നിങ്ങൾ ആലോചിച്ചത്? അതുകൊണ്ടാ ഞാനിങ്ങ് വന്നത്. എനിക്കൊരു കാര്യം അറിയാനുണ്ട്. എന്താ അറിയേണ്ടത്? എന്റെ അമ്മ ആരാ? ആ അമ്മ തന്നെ. എന്റെ ശരിക്കുള്ള അമ്മ ആരാന്ന്? ആ അമ്മ തന്നെ. സ്വാമി ഇപ്പോ കൺഫ്യൂഷൻ ആയെന്ന് തോന്നുന്നത്. ചക്കിയുടെ അമ്മ എവിടെയുണ്ടെന്നാ ചോദിച്ചേ. ചക്കിയുടെ കൂടെ തന്നെ ഉണ്ടല്ലോ. അതുപോലെ മോളുടെ അച്ഛനും കൂടെ തന്നെയാണല്ലോ ഉള്ളത്. ഞാനിപ്പോ ചോദിക്കുന്നത് ആ അച്ഛനും അമ്മയെ കുറിച്ചല്ല സ്വാമി, എന്റെ ശരിക്കുള്ള അച്ഛനും അമ്മയെ കുറിച്ചാണ്. ഞാൻ ഇത്രയും നേരം പറഞ്ഞതും അവരെ കുറിച്ച് തന്നെയാ കുട്ടികളെ. സ്വാമിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. നിങ്ങൾ ആശയക്കുഴപ്പത്തിലാണെന്നും പറഞ്ഞ് എന്നെയും അങ്ങനെ ആക്കുവാണോ? ഇത് തീരെ ശരിയല്ല സ്വാമി. എനിക്ക് എന്റെ ശരിക്കുള്ള അച്ഛനും അമ്മയും കാണണം. ദിവസവും കാണുന്നുണ്ടല്ലോ. ഞങ്ങളിപ്പോ ചോദിച്ചത് ആ അച്ഛന്റെ അമ്മയുടെയും കാര്യമല്ല. നിങ്ങൾ ചോദിക്കുന്നത് ആരെക്കുറിച്ചാണോ അവരെ കുറിച്ച് തന്നെയാണ് ഞാനും സംസാരിക്കുന്നത്. ഞങ്ങൾ ചോദിച്ചതൊന്ന്, സ്വാമി പറയുന്നത് മറ്റൊന്ന്. സ്വാമിയെ കൂടി നിർത്തി പാവ ആ ശ്രീരാമ ഭഗവാൻ എങ്ങനെയാ കാര്യം നടത്തുന്നത് എനിക്ക് ഇതുവരെ ആയിട്ട് അറിയില്ല. ആഞ്ജനേയ സ്വാമി എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരു കാര്യവും ചെയ്യൂല. രാമ രാമ, എന്റെ ശ്രീരാമ ഭഗവാൻ പോലും എന്നെ ഇതേവരെ ഇങ്ങനെയൊന്നും വഴക്ക് പറഞ്ഞിട്ടില്ല. നിങ്ങൾ വിളിക്കുമ്പോഴൊക്കെ വരുന്നത് കൊണ്ടല്ലേ നിങ്ങൾ എന്നെ എങ്ങനെയൊക്കെ ഓരോന്ന് പറയുന്നത്. ഞങ്ങൾ എന്താ പറയുന്നേന്ന്
സ്വാമി മനസ്സിലാക്കാതല്ലോ ഓരോന്ന് പറയുന്നേ. ഞാൻ പറഞ്ഞതാണ് നിങ്ങൾക്ക് മനസ്സിലാവാത്തത് കുട്ടികളെ. ശരി, അങ്ങനെ ആയിക്കോട്ടെ. ഒരു കാര്യം ചെയ്യോ, ഞങ്ങള് രണ്ടുപേരെയും ചക്കയുടെ അച്ഛന്റെ അമ്മയുടെ അടുത്തേക്ക് എത്തിക്കോ? അതിന്റെ ആവശ്യമില്ല. അവര് രണ്ടുപേരും ഇങ്ങോട്ട് വരുന്നുണ്ട്. ശ്രീരാമജയം. വിവേക്, നിന്നെ മിഥുൻ വിളിക്കുന്നുണ്ട്. ഞാനതിന് ഇപ്പോഴല്ല അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നേ. വലിയേട്ടൻ തന്നെ എന്നോട് ഇവിടെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. എന്താന്നറിയില്ല, അർജന്റായിട്ട് ചെല്ലാൻ പറഞ്ഞു. എല്ലാരും ഒന്നിച്ച് ടെൻഡർ ഓഫീസിലേക്ക് എത്തേണ്ട സമയമായല്ലോ. പിന്നെ ഇപ്പൊ എന്താ എത്ര അർജന്റ്? ഉഹും. വെരി ഗുഡ് മഞ്ജരി. നീ അത് സെൻഡ് ചെയ്യോ ഇല്ലയോ എന്നുള്ള ടെൻഷനിലായിരുന്നു ഞാൻ ഇതുവരെ. ഇത്രയും ചെറിയ കാര്യത്തിന് എന്തിനാ ടെൻഷൻ ആവുന്നത്? മേഘനയ്ക്കെതിരെ ഉപയോഗിക്കാനുള്ള ആയുധമല്ലേ അത്? 100% ഈ ടെൻഡർ എന്റെ കമ്പനിക്ക് തന്നെ കിട്ടും. മേഘനയുടെ കാര്യം എന്തായാലും ഇതോടൊരു തീരുമാനമായി കിട്ടും. ശരി, ഞാൻ ടെൻഡർ ഓഫീസിലേക്ക് പോവാം. നമുക്ക് പോവാം. വലിയേട്ടാ, എന്തിനാ എന്നെ വിളിച്ചേ? ഞാൻ തന്നെ വിളിച്ചില്ലല്ലോ. ശരി ശരി, ടെൻഡർ തുടങ്ങാൻ സമയമായി, ഇറങ്ങാം. വാ. സാരി ടെൻഡറിന് വരുന്നുണ്ടെന്ന് നിനക്ക് നേരത്തെ അറിയായിരുന്നോ? ഇല്ല മിഥുനേട്ടാ, നമുക്കെതിരെ ആരൊക്കെ മത്സരിച്ചാലും ഈ ടെൻഡർ നമുക്കുള്ളത് തന്നെയാണ്. അത്രയ്ക്ക് ഓവർ കോൺഫിഡൻസിന്റെ ആവശ്യമില്ല. അവളെത്ര കോട്ട് ചെയ്തെന്ന് നിനക്കറിയില്ലല്ലോ. അതുപോലെ ഞാനെത്ര കോട്ട് ചെയ്തിരിക്കുന്നതെന്ന് അവക്കും അറിയില്ലല്ലോ. ഈ ടെൻഡർ എങ്ങാനും കൈവിട്ടു പോയാ അന്നേരം ഞാൻ ഇതിന്റെ മറുപടി പറയാം. ഡോണ്ട് വരി വലിയേട്ടാ, ടെൻഡർ നമുക്ക് തന്നെ കിട്ടിയിരിക്കും. Ravi Group of Industries quote 100 crores. Mukesh and Co. Company quote 98 crores. Aisha and Company 98 crores. Maya Group of Industries 95 crores. ഇതുവരെ കിട്ടിയ കൊട്ടേഷൻസിൽ ഇതാണ് ഏറ്റവും കുറവ് കോട്ട്. സോ ഈ ടെൻഡർ അവർക്ക് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോഴേക്ക് തീരുമാനിച്ചു കഴിഞ്ഞോ മാഡം? ഇനിയും കൊട്ടേഷൻസ് ഉണ്ടല്ലോ.
അതെല്ലാം നോക്കിയിട്ട് ഒരു തീരുമാനം പറഞ്ഞാൽ മതി. സരയു ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസ് 94 crores 99 lakhs 99,999 rupees. മായ ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസിനേക്കാൾ 1 രൂപ കുറച്ചാണ് കോട്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ കൊടുത്ത കൊട്ടേഷനേക്കാൾ ആ സറിയു എക്സാക്ട് 1 രൂപ മാത്രം കുറച്ചുകൊണ്ട് എങ്ങനെയാ കോട്ട് ചെയ്ത് ഏട്ടത്തി? അതെങ്ങനെയെന്നാ ഞാനും ആലോചിക്കുന്നത്. നിനക്ക് ഈ കാര്യത്തിലൊന്നും വേണ്ടത്ര എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് ഇപ്പൊ നീ കാരണം ഒരു പ്രോജക്റ്റ് കമ്പനിക്ക് നഷ്ടമായത്. ചെയർമാനായിട്ട് ഫസ്റ്റ് ടെൻഡറാ നഷ്ടമായത്. കൺഗ്രാറ്റുലേഷൻസ് സരയു. യൂട്യൂബ് നീ ആ കൊട്ടേഷൻ സെൻഡ് ചെയ്തത് കൊണ്ടാ ടെൻഡർ എന്റെ കമ്പനിക്ക് തന്നെ കിട്ടിയത്. ടെൻഡർ എന്തായാലും കയ്യിൽ നിന്ന് പോയല്ലോ. അതുകൊണ്ട് പുറത്ത് മിഥുൻ മേഘനയെ നിർത്തി പൊരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അത് ഓർത്തിട്ട് എനിക്ക് സന്തോഷം. സിറ്റുവേഷൻസ് കാമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ അറിയില്ല. ഇപ്പോഴേ അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തല്ലോ വലിയേട്ടാ. നമുക്കിനി അകത്തുപോയി എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാലോ. ഇത്രയും നാണം കെട്ടതൊന്നും പോരെ. ഇതിൽ കൂടുതൽ ഇനി എന്താ അറിയാനുള്ളത്? എന്തുപറ്റി? മുഖത്ത് നല്ല ക്ഷീണം കാണുന്നുണ്ടല്ലോ. ഇത്ര നേരം നിനക്കുണ്ടായ അഹങ്കാരം ഇപ്പൊ ആറി തണുത്തുപോയോ? ടെൻഡർ നിനക്ക് തന്നെ കിട്ടുമെന്ന് നീ അങ്ങ് ഫിക്സ് ചെയ്തോ? പിന്നെ ഫിക്സ് ചെയ്യാതെ ഓൾമോസ്റ്റ് ടെൻഡർ എനിക്ക് തന്നെ കൺഫേം ആയല്ലോ. സരയു ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസ് ആണ്. അവസാനം കിട്ടിയ കൊട്ടേഷൻ കൂടെ നോക്കി ടെൻഡർ ആർക്കാണെന്ന് കൺഫേം ചെയ്യാണ്. ഇനിയും കൊട്ടേഷൻ ഉണ്ടോ? എവിടെന്നാ അത്? ലാസ്റ്റ് മിനിറ്റിൽ ഒരു കൊട്ടേഷൻ കൂടെ കിട്ടിയിട്ടുണ്ട്. എന്റെ കൊട്ടേഷൻ അത്